നിയമസഭാ സമ്മേളനത്തിന്റെ സമയക്രമം മാറ്റണമെന്ന് പ്രതിപക്ഷം. ബജറ്റ് സമ്മേളനം പുനഃക്രമീകരിക്കുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കെപിസിസിയുടെ സംസ്ഥാന ജാഥ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, എന്താണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്? എപ്പോഴത്തേക്ക് തീയതി മാറ്റണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം? അതായത് ജനുവരി 25 മുതൽ ഫെബ്രുവരി 14 വരെയും തുടർന്ന് ഫെബ്രുവരി 26 മുതൽ മാർച്ച് 27 വരെയുമാണ് നിയമസഭാ സമ്മേളനത്തിൻ്റെ ക്രമം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഫെബ്രുവരി 9 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ KPCCയുടെ സംസ്ഥാന ജാഥ നടക്കുകയാണ്. അതിനാൽ തന്നെ ഈ സമ്മേളനത്തിൻ്റെ സമയക്രമം മാറ്റണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് സ്പീക്കർക്കും അതോടൊപ്പം തന്നെ പാർലമെന്ററി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. ഈ കാര്യോപദേശക സമിതിയായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 5-ാം തീയതിയാണ് നിലവിൽ ബജറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മാറ്റണം, 2-ാം തീയതിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം. അതോടൊപ്പം തന്നെ 4, 5, 6 തീയതികളിൽ ബജറ്റ് സംബന്ധിച്ച ചർച്ചയും നടത്തണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും തീരുമാനം കാര്യോപദേശക സമിതിയിൽ നിന്നും ഉണ്ടാകും. അക്ഷയ, ഈ KPCCയുടെ ജാഥ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് KPCCയുടെ ജാഥ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജാഥ 9 മുതൽ 25 വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത്. KPCC അധ്യക്ഷൻ ജാഥയ്ക്ക് നേതൃത്വം നൽകും. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പങ്കെടുക്കും എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. MLA മാരും അതോടൊപ്പം തന്നെ MP-മാരും എല്ലാം പലയിടങ്ങളിലായി പരിപാടിയുടെ ഏകോപന ചുമതലയടക്കം വഹിക്കാനുള്ള അത്തരത്തിലാണ് ആ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സഭാ സമ്മേളനം നടക്കുമ്പോൾ ജാഥയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സഭാ സമ്മേളനത്തിൻ്റെ സമയക്രമം മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകുന്നു.